സലഫി ഖുർആൻ ആയത്ത് മോഷ്ടിക്കുന്നത്, കട്ട് വായിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. സലഫി ഖുർആൻ കട്ട് വായിക്കുന്ന, എപ്പോഴും കളവ് പറയുന്ന സലഫി ഖുർആൻ ആയത്ത് കക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് മറുപടി പറയാം. നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഇവരുടെ മദ്രസയുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ കാണുന്നത് കിതാബുൽ അഖീദ എന്ന് പറയുന്ന പുസ്തകമാണ്. 5ാം ക്ലാസ്സിൽ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുസ്തകമാണ്. ഇപ്പോൾ നിലവിൽ പഠിപ്പിക്കുന്നില്ല. അതിൽ നോക്കൂ, സൂറത്തുൽ ജിന്നിലെ 26ാമത്തെ ആയത്ത് പകുതി ഭാഗം, അതല്ലെങ്കിൽ അവസാന ഭാഗം ഇവർക്ക് അനുകൂലമായ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കട്ടുമുറിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആയത്ത് എന്നറിയോ? ഖാലല്ലാഹു തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർത്തലാ. ഇല്ലാ മൻ ഇർത്തലാ മിർ റസൂലിനുണ്ട്. അവിടെ ഇല്ലാ മൻ ഇർത്തലാ എന്നുള്ള ഭാഗം അവിടെ അങ്ങോട്ട് മുറിച്ചു. മിർ റസൂൽ എന്നുള്ളത് മുറിച്ചു കളഞ്ഞു. എന്തിനാ മുറിച്ചതെന്നൊരു അർത്ഥം കൊടുത്തു കേട്ടോ. അള്ളാഹു ഗൈബ് അറിയുന്നവനാണ്. ഗൈബിന്റെ മേൽ അവൻ തൃപ്തിപ്പെടുന്നവർക്കല്ലാതെ അവൻ അറിയിച്ചു കൊടുക്കുകയില്ല, അല്ലെങ്കിൽ അവൻ വെളിവാക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആർക്കും അവൻ എന്ത് ചെയ്തു കൊടുക്കും? ഗൈബ്, അദൃശ്യജ്ഞാനം വെളിവാക്കി കൊടുക്കും എന്ന ഇവരുടെ തെറ്റായ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ആയത്തങ്ങോട്ട് മുറിച്ചു. എന്നാൽ സത്യത്തിൽ ആയത്തിന്റെ ആശയം അതാണോ? അല്ല. ആയത്ത് ഫുള്ളായിട്ട് എന്താണ് അതിന്റെ അർത്ഥം? ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർത്തലാ മിർ റസൂൽ. അള്ളാഹു തൃപ്തിപ്പെട്ട ദൂതനൊഴികെ, അള്ളാഹുവിന്റെ ദൂതന്മാരിൽ അവൻ തൃപ്തിപ്പെട്ട ദൂതന്മാർക്ക് അള്ളാഹു അവന്റെ ഗൈബിയായ അറിവുകൾ, അല്ലെങ്കിൽ ഗൈബിയായ ജ്ഞാനം, അല്ലെങ്കിൽ ഗൈബിയായ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കും എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞ ആയത്തിന്റെ ഒരു ഭാഗം കട്ടുമുറിച്ചുകൊണ്ട് പിഞ്ചു പൈതങ്ങളെ പഠിപ്പിച്ചു വഴിതെറ്റിപ്പിച്ച നിങ്ങളാണോ ഞങ്ങൾക്കെതിരെ, ഞങ്ങളെ മദ്രസാ സംവിധാനത്തിനെതിരെ സംസാരിക്കുന്നത്? മൂല്യരെ, ആ കുപ്പായ അയച്ചിട്ട് പോയിക്കൂടെ? എന്താണ് സലഫി നിങ്ങള് കൊല നടത്തിയ കൊലയാളിയെ തെരഞ്ഞെടുക്കുന്നത് പോലെ ആയല്ലോ. എന്താണ് സലഫി നിങ്ങൾ ആയത്ത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ലാ മനിർത്തലാ മിർ റസൂലിൻ എന്നുണ്ട്, ഇല്ലാ മനിർത്തലാല് നിർത്തിയിട്ടുണ്ട് ഇവര്. പിന്നെ അഖീദയുടെ ബുക്കില്, പുസ്തകത്തിൽ ഇപ്പൊ എന്ത് ചെയ്തു? മിർ റസൂലിൻ എന്നും കൂടെ ഉണ്ട്. അത് ഇവര് കട്ടതാണ്. ഇങ്ങനെയാണ് മിർ റസൂലിൻ എന്ന് മാത്രമാണോ ആയത്തിലുള്ളത്? നിങ്ങൾ എന്തിനാ കട്ടത്? إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا. ഇങ്ങനെയില്ലേ ആയത്ത്? എന്തിനാ ആയത്ത് ബാക്കി കട്ടത്? എന്തിനാണ് മൗലവി കട്ടത്? പറയൂ. അപ്പൊ ആയത്ത് കട്ടത് ആരാണ്? മൗലവിയാണ്. ഇനി അല്ല ചോദിക്കട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇനി ഗൈബ് തങ്ങൾക്കറിയാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ സമൂഹത്തെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? എല്ലാ സ്ഥലത്തും കളവ് പറയുക, പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കാൻ വേണ്ടി കളവ് പറയുന്ന സലഫി. പിന്നെ വലിയ കാര്യമായിട്ട് പറയുന്നത് മദ്രസ നിങ്ങൾക്ക് അവകാശപ്പെടാനൊന്നും ഇല്ല. അത്രത്തോളം മദ്രസന്റെ ശില്പിങ്ങളായിരുന്നെങ്കിൽ 10,000-ൽ പരം മദ്രസകൾ സമസ്തക്കുണ്ട്. ഏകദേശം അതുപോലെ തന്നെ 2 സമസ്തകൾക്കുണ്ട്. അപ്പോൾ ഏകദേശം 20,000-ഓളം മദ്രസകളുണ്ട് അവർക്ക്. നിങ്ങൾക്ക് കേരളത്തിൽ ആകെ ഉള്ളത് 1000 ചില്ലറ മദ്രസകളാണ്. എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി? അപ്പോൾ 1900 വരെ നിങ്ങളിവിടെ ഇല്ലായിരുന്നു. നിങ്ങളാണ് മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചവർ. നിങ്ങളാണ് കേരളത്തിലെ സുന്നി ധാരയിൽ മാത്രം ജീവിച്ചിരുന്ന മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിച്ച് ബ്രിട്ടീഷുകാരുടെ ഷൂനക്കികളായ നിങ്ങൾ ഇവിടെ മുസ്ലിങ്ങളെ ആ ഒരു ഐക്യത്തെ നിങ്ങൾ നശിപ്പിച്ച് മുസ്ലിം സമൂഹത്തെ ശിഥിലീകരിച്ച വിഭാഗം. അതെന്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ മറച്ചു വെക്കുന്നു? അതും കൂടെ പറയൂ സലഫി. ശൂനക്കികളായ നിങ്ങളുടെ പൂർവികർ ശൂനക്കികളല്ലേ? അതും കൂടെ പറയൂ നിങ്ങൾ.